എനിക്ക് ബ്രേക്കിംഗ് ബാഡ് തന്നെയാണ് എൻ്റെ എല്ലാ കാലത്തെയും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്ലാസിക് എന്ന് പറയാവുന്നത് അതാണ്. ചെറുപ്പം തൊട്ടേ ഈ ഫെസ്റ്റിവലുകൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പല കൺട്രീസിലുള്ള പല മേക്കേഴ്സിൻ്റെ സിനിമകൾ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇറാനി സിനിമകളായാൽ ഇപ്പോൾ മജീദിൽ തുടങ്ങി മക്മൽ ബഫിലേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് അസ്ഗർ ഫർഹാദിയിലേക്ക് വരുന്നു. അങ്ങനെയുള്ള മേക്കേഴ്സിനെ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അപ്പുറത്ത് കിം കിഡൂക്ക് ഉണ്ട്, കൊറിയൻ സിനിമകളിൽ, അങ്ങനെ ആ ലൈനിൽ. അപ്പോൾ ഇത്തരം വേൾഡ് സിനിമകളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള പോസിബിലിറ്റി എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ എന്താണെന്ന് പറയുക, അങ്ങനെ ഒരു സ്പെസിഫിക് ജോണർ ഞാൻ പിടിച്ചിട്ടില്ല. എനിക്ക് എല്ലാ തരത്തിലുള്ള ജോണേഴ്സും ഇഷ്ടമാണ്. പക്ഷേ ഈ ജോണർ ഞാൻ ഇപ്പോൾ സംഭവം ചെയ്തിരിക്കുന്ന ഈ ജോണർ ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതെന്നെ അധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല സംഭവം ചെയ്യുന്നത് വരെ. കാരണം എനിക്ക് അങ്ങനെ കണക്റ്റ് കിട്ടാറില്ല അത്തരം സിനിമകളുമായിട്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഡാർക്ക് എന്ന് പറയുന്ന സീരീസ് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, മുമ്പും. പക്ഷേ ഞങ്ങളുടെ ഡിസ്കഷൻസിലൊക്കെ പല ആളുകൾ പറയുമ്പോഴും വരാറുണ്ട്, ഡാർക്ക് വരാറുണ്ട്. എനിക്ക് എൻ്റെ സീരീസ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ബ്രേക്കിംഗ് ബാഡ് തന്നെയാണ് എൻ്റെ എല്ലാ കാലത്തെയും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്ലാസിക് എന്ന് പറയാവുന്നത് അതാണ്.